പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത സദ്യയാണ്. അപ്പൊ ഞാൻ പള്ളിയിലൊക്കെ പോയി. സാധാരണ പള്ളിയിൽ പോയിട്ട് പണ്ടൊക്കെ തിരിച്ചു വരുമ്പോ എന്താ ചെയ്തിരുന്നോ, ഇറച്ചിയൊക്കെ മേടിച്ചിട്ട് വരാം. ഇന്ന് ഇറച്ചിയൊന്നും മേടിച്ചില്ല. ഇപ്പൊ ഒരു 1.5 മാസമായിട്ട് ഞാനും അനിയറ്റയും പ്യുവർ വെജിറ്റേറിയൻ ആയിട്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ അതൊരു സുഖമുള്ളൊരു കാര്യമാണ്. അത്ര എളുപ്പമായിരുന്നില്ല എങ്കിലും ഞങ്ങളൊരു ആയുർവേദിക് ട്രീറ്റ്മെന്റിന് പോയി. അപ്പൊ ആ ട്രീറ്റ്മെന്റിന് പോയപ്പോൾ ആ 2 ആഴ്ച ശരിക്കും നോൺ വെജ് ഒന്നും കഴിച്ചില്ല. അപ്പൊ പച്ചക്കറിയാണ് കഴിച്ചത്. അപ്പൊ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ ഫീൽ ചെയ്തു. അപ്പൊ ഓർത്തു ഒരു 90 days വെജിറ്റേറിയൻ ആയിട്ട് മൂവ് ചെയ്യാം എന്നുള്ളൊരു ഡിസിഷനാണ് എടുത്തത്. അപ്പൊ ഇപ്പൊ എനിക്കതൊരു 1 മാസം കൂടിയായി. അപ്പൊ ഇപ്പൊ ഞാൻ വെജിറ്റേറിയൻ ഫുഡിലേക്ക് മൂവ് ഔട്ട് ചെയ്തിട്ട് ഇപ്പൊ ഏതാണ്ട് 45-50 ഡേയ്സിലേക്കൊക്കെ. അപ്പൊ ഒരു ഒത്തിരി കംഫർട്ട് ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതെന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ജൈമോനത്തിന് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ജൈമൻ അപ്പൻ ലണ്ടനിൽ പോയില്ല. അപ്പൊ അപ്പനില്ല, ജൈമൻ മാത്രമാണ് മീനും ഇറച്ചിയൊക്കെ കഴിക്കുന്നത്. അപ്പൊ ജൈമോനും ഇറച്ചി മീനൊന്നും കൊടുക്കണില്ല. അപ്പൊ ഇന്നലെ ജൈമോൻ ഇത്തിരി ഇഷ്ടക്കേട് വന്നിട്ട് ജൈമോന്റെ മീനൊക്കെ മേടിച്ചിട്ട് വന്നു. അപ്പൊ അങ്ങനെയുള്ള ലെവലിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. ബാബു നമ്മുടെ വീട്ടിലുണ്ടായ പഴം കൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുണ്ടായതാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഓർത്തു ഈ ആഴ്ച നമുക്കിങ്ങനെ ഫ്രൂട്ട്സ് കഴിച്ചിട്ടാണ് ഇപ്പൊ കൂടുതലും എന്താണ് നോൺ വെജിറ്റേറിയൻ ഇല്ലാത്തതുകൊണ്ട് അതിന് സങ്കടമൊന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഫ്രൂട്ട്സ് ആണ്. അപ്പൊ ഇന്ന് ഞാൻ പള്ളിയിൽ നിന്ന് വന്നപ്പോൾ പല ഫ്രൂട്ട്സ് വെച്ചു. ഇത് എന്താണെന്നറിയാലോ, ഇത് അനിയത്തിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്രൂട്ടാണ്, ഫീഡാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത, ഇന്ന് അത് മേടിക്കാൻ പോയപ്പോൾ വേറൊരു ടൈപ്പ് ഫീഡും കൂടി കിട്ടിട്ടോ. അതെങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കളറിൽ കണ്ടത്. അപ്പൊ ഞാനത് കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു. അത്ര അധികം ഇങ്ങനെ മേടിച്ചില്ല, കുറച്ച് മേടിച്ചിട്ടുണ്ട്. കാര്യം എന്താ പറയുമ്പോൾ കുറേ മേടിച്ച് കഴിഞ്ഞാൽ കൺസ്യൂം ചെയ്യാത്തൊരു പാടായതുകൊണ്ട്. പക്ഷെ എനിക്ക് വെറൈറ്റി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇന്ന് മേടിച്ച ഫ്രൂട്ട്സ് കാഴ്ച തരാൻ നോക്കും. ഇത് കുറച്ച് റംബൂട്ടാനാണ്. നമ്മുടെ വീട്ടിൽ റംബൂട്ടാൻ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് പാകമായിട്ടില്ല. അപ്പൊ കൊതിയൊക്കെ വന്നപ്പോ ഞാൻ കുറച്ച് റംബൂട്ടാൻ മേടിച്ചേക്കാന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ഇവിടുത്തെ ഫ്രൂട്ട്സുകൾ ഭയങ്കര നല്ലൊരു ഫ്രൂട്ട്സ് തന്നെയാണ് കേട്ടോ. അനിയത്തേക്ക് ഇത് കുറച്ചു നേരത്തേക്കേ ഉള്ളൂ. കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആയിട്ട് തീർക്കുന്ന സാധനമാണ്. എങ്കിലും അനിയത്തെ കാണുന്നതിന് മുമ്പ് 2-3 കഴിച്ചാലേ എനിക്ക് കിട്ടും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധനം. നിങ്ങൾക്ക് ഇഷ്ടമാണോ? ആണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഇതും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഞാനിന്ന് മേടിച്ചതെന്ന് പറയുമ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടാണ്. അത് നട്ടെങ്കിലും എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് അത്ര നന്നായില്ല. ഇനിയിപ്പോ പോയിട്ട് ഒന്നുകൂടി നടാനായിട്ടുള്ള ഇതിലാണ്. എങ്ങനെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്റ്റുഡന്റ് ഇവിടെ റേച്ചൽ മാം എനിക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ 2-3 തണ്ട് അയച്ചു തന്നു. ഞാനിപ്പോ നട്ടിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ള സ്ഥലമാണ്. എന്താ പറയുക, പ്ലം ഉണ്ട്. അപ്പൊ എനിക്കിങ്ങനെ ഒരേ ഫ്രൂട്ടിനെ കഴിക്കാൻ ഇഷ്ടമല്ല. അപ്പൊ ഞാൻ പണ്ടൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അറിയോ, അവിടുത്തെ വെറൈറ്റി ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരുന്നു പിള്ളേർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ. അപ്പൊ ലുലു വന്നേ പിന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ തന്നെ എല്ലാ നല്ല ഫ്രൂട്ടും നമുക്ക് ഫോർമാലി പോയി കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇതൊന്നുമില്ല. പിന്നെ കിവിയാണ്. കിവിയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഐ തിങ്ക് ന്യൂസിലാൻഡിൽ പോയപ്പോഴല്ലോ ഈ പലതരം കിവിയൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ അവിടെ നിന്ന് മേടിച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായ കാര്യമുണ്ട്, ഇവിടെ പ്രൈസ് കുറച്ചും കൂടി കുറവാണ്. അവിടെ നല്ല കത്തി പ്രൈസ് ഉണ്ട്. അപ്പൊ ശരിക്കും എന്താ വെച്ച് കഴിഞ്ഞാല് പല ഫ്രൂട്ട്സിനും നമ്മൾ പുറത്ത് മേടിക്കുന്നേക്കാൾ കൺവേർട്ട് ചെയ്യുമ്പോൾ പ്രൈസ് ഭയങ്കര ശരിക്കും കുറവാണല്ലേ. അപ്പൊ ഇത് 2 അവക്കാഡോ മേടിച്ചത് ഒരു സാലഡൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചിട്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ മാംഗോ മേടിച്ചു. അത് എൻ്റെ കെറ്റിയോന്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ്. എനിക്ക് കുറച്ച് അലർജിക്കാണ്, ഞാൻ അത്ര കഴിക്കാറില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഷോപ്പിംഗ്. നിങ്ങൾ എവിടെ നിന്നാണ് ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാറുള്ളത്? ഞങ്ങൾക്ക് നെട്ടൂര് തന്നെ വളരെ നല്ലൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് ഫാഷൻ ഫ്രൂട്ട് മേടിച്ചാണ്. ഇപ്പൊ പൊടി ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഉണ്ടാവണില്ല. അപ്പൊ ഞാൻ ഒരു പുതിയൊരു ഫാഷൻ ഫ്രൂട്ടിന്റെ ചെടിയൊക്കെ വെച്ചിട്ട് വീണ്ടും ചെയ്യാന്ന് വിചാരിച്ചിട്ടിരിക്കാം. പിന്നെ കുറച്ച് ആപ്പിൾ മേടിച്ചു. ആപ്പിളും എനിക്കാണ് കുറച്ച് ഇഷ്ടം, ഇതൊക്കെ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ എന്താ മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് 2 മാവിന് കറി മേടിച്ചു. അഗെയിൻ 2 കപ്പങ്ങ മേടിച്ചു. കപ്പളങ്ങ എന്നൊന്നും നിങ്ങളെന്താ പറയുന്നത് അറിയില്ല, ചില ആൾക്കാർ ഓമയ്ക്കാന്നൊക്കെ പറയുന്നു. ഇത് 2 നമ്മുടെ വീട്ടിലുണ്ടായതാട്ടോ. അത് ഞാൻ ഒരു സാധനത്തിൽ മേടിച്ചായിരുന്നു, പക്ഷെ അത് കണ്ടില്ല.
ഒരു വേറൊരു കളറ് ഈ ഒരു അത് മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് കിട്ടിയിട്ടില്ലല്ലോ. എടുത്തു വെച്ചിട്ടാണ് ജസ്റ്റ് അത് കിട്ടാത്തായിട്ട് തോന്നി. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, ഒന്ന് ബില്ല് ചെക്ക് ചെയ്തെങ്കിൽ എത്ര ഐറ്റം ഇത് തന്നു. ചെക്ക് ചെയ്തപ്പോ അത് എടുത്തിട്ടില്ലായിരുന്നു, ജൈവൻ അത് കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടാണ്. അപ്പൊ മൊത്തം 14 ഐറ്റം ഞാൻ മേടിച്ചത്. പ്രൈസ് ഒക്കെ വന്നറിയാമോ? 1500. എല്ലാം ചെറിയ ചെറിയ ക്വാണ്ടിറ്റി മേടിച്ചത്. അപ്പോൾ ഇന്നത്തെ ഒരു ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരുന്നു. കുറെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി തിരിച്ചു വന്നത്. താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങൾ എല്ലാ വീഡിയോസ് കാണുന്നുണ്ട്, എവറി ഡേ ശരി ഞങ്ങൾ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ലൈഫിൽ സ്റ്റക്കാണ്, നിങ്ങളുടെ ലൈഫിൽ കരിയറിൽ നോക്കില്ല, അല്ലെങ്കിൽ ലൈഫ് കുറച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് പോകാനായിട്ട് എനർജി ഇല്ല, ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ്, ഇങ്ങനെയൊക്കെ നിങ്ങൾ വിഷമിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് മിറക്കിൾസ് എന്ന് പറഞ്ഞ 1 month പ്രോഗ്രാം നടത്തുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ഇന്ത്യൻ ടൈം 9 മണി തൊട്ട് 9:30 വരെയാണ്. അപ്പൊ ഈ ഒരു മാസം നിങ്ങൾക്ക് എൻ്റെ കൂടെ ഹൈ എനർജിയിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തും ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സത്യത്തിൽ വളരെ എളുപ്പമുള്ള കാര്യമാണ്. അപ്പൊ അതെങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടാം എന്നുള്ളത് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിലൊന്ന് വിളിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ വരാം, നിങ്ങൾക്കൊരു ഹൈ എനർജി ഉള്ള ഒരാളായിട്ട് മാറാം. ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാജിക്കലി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് നിങ്ങൾക്ക് വളരണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇത് അങ്ങനെ ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ വർക്ക്ഷോപ്പാണ്. അപ്പൊ എന്തായാലും നമുക്ക് നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിനൊക്കെ നന്ദി. എനിവേ താങ്ക് യു സോ മച്ച്. ലവ്.